എന്തായാലും മോഹൻലാലിന്റെ ഈദ് ആശംസയ്ക്ക് നേരെയും ഈ തരത്തിലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്നതാണ് സാഹചര്യം. നവമി തുടരുന്നുണ്ട്. നവമി, ഈ സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്നു എന്നതാണ് മോഹൻലാൽ തന്നെ ഇന്നലെ അവകാശപ്പെട്ടത്. അദ്ദേഹം വിദേശത്തെ കളക്ഷൻ കണക്കുകൾ തന്നെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. പൊതുവിൽ ഈ സിനിമാ രംഗത്തുള്ളവരുടെ പങ്കുവയ്ക്കുന്ന വികാരം എന്താണ്? റീ എഡിറ്റഡ് കോപ്പി കൂടി വരുമ്പോൾ വീണ്ടും പ്രേക്ഷകർ കൂടുതലായി തിയേറ്ററുകളിൽ എത്താനുള്ള സാധ്യതയുണ്ടോ? പൊതുവിൽ ആദ്യ ദിവസങ്ങളിൽ സിനിമകൾക്ക് കാണാറുള്ള തിരക്ക് തന്നെയാണോ ഈ സിനിമയ്ക്കും അനുഭവപ്പെടുന്നത് കൊച്ചിയിലൊക്കെ? തീർച്ചയായും സജിത്ത്, ഇവിടെ ഹൗസ്ഫുള്ളാണ്. എല്ലാ തിയേറ്ററുകളിലും എമ്പുരാൻ കാണാൻ ഹൗസ്ഫുള്ളാണ്. ടിക്കറ്റുകൾ ലഭിക്കുന്നില്ല. ഈ റീ എഡിറ്റഡ് വേർഷൻ എത്തുന്നതിന് മുൻപ് തന്നെ എന്താണ് ഇതിലുള്ള വിവാദം എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ പ്രേക്ഷകർക്ക് വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ ഈ സിനിമ കാണണം എന്നുള്ളൊരു രീതി മലയാളികൾക്ക് പൊതുവെ ഉണ്ടായി എന്ന് തോന്നുന്നു. ഇനി വരും ദിവസങ്ങളിൽ എഡിറ്റഡ് വേർഷൻ എത്തുമ്പോൾ ആളുകൾ കാണുമോ എന്നൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. പക്ഷെ കാണാൻ എത്തിയേക്കാം. കാരണം അത്തരത്തിൽ മോഹൻലാലിന്റെ ഒരു സിനിമ കാണാൻ അത്രയേറെ ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട്. അത്രയേറെ ആളുകൾ കാത്തിരുന്നൊരു സിനിമ കൂടിയാണ് എമ്പുരാൻ. ഈ 2019 ലൂസിഫർ ഇറങ്ങിയത്. അത് വലിയ രീതിയിൽ തരംഗമുണ്ടാക്കി. അത് ഇത്രയും വലിയ ഹൈപ്പോടുകൂടി വന്ന സിനിമയല്ല. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നു എന്ന തരത്തിൽ ഇറങ്ങിയ സിനിമയാണ്. അത് ഓരോ ആഴ്ചകൾ കഴിയുന്തോറുമാണ് അതിൻ്റെ അത്രയേറെ കളക്ഷനുകൾ നേടി വലിയൊരു ഹിറ്റായി ലൂസിഫർ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ദൃശ്യവും ലൂസിഫറിനും ശേഷം മോഹൻലാലിന് അത്രയേറെ വലിയൊരു ഹിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും. അതിനുശേഷം ഇറങ്ങുന്ന ഏറെ പ്രതീക്ഷയോടെ ഇറങ്ങിയ ഒരു പടമാണ് എമ്പുരാൻ. തുടക്കത്തിൽ വലിയ അഭിപ്രായമായിരുന്നു. ആദ്യ ഫാൻ ഷോയിലൊക്കെ പൃഥ്വിരാജിൻ്റെ ഈ സംവിധാനത്തെയും മോഹൻലാലിൻ്റെ അഭിനയത്തെയൊക്കെ വലിയ രീതിയിൽ ആളുകൾ പ്രകീർത്തിച്ചു. അതിനുശേഷമാണ് ഈ ഒരു വിവാദത്തിലേക്ക് വന്നത്. ഈ മേജർ രവി പോലും ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ വലിയ രീതിയിൽ ആശംസകൾ അറിയിക്കുകയും സിനിമ വലിയ വിജയമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയ വ്യക്തിയാണ്. പക്ഷെ പിന്നീട് ഇത് വിവാദമായപ്പോൾ മേജർ രവി പോലും കാലുമാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് ഇവിടെ സത്യമായിട്ടുള്ള അവസ്ഥ. എന്തായാലും സിനിമ കാണാൻ വലിയ തിരക്കാണിപ്പോഴും. ഈ എഡിറ്റഡ് വേർഷൻ എത്തുന്നതിന് മുൻപ് കണ്ടിട്ട് പോകാം എന്നുള്ളൊരു രീതിയിലേക്ക് ആളുകൾ എത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തിയേറ്റർ ഉടമകളൊക്കെ പറയുന്നത് ഈ വരും ദിവസങ്ങളിലൊക്കെ ചൊവ്വയും ബുധനും ഒക്കെ വലിയ രീതിയിൽ ആളുകൾ സിനിമ കാണാൻ ടിക്കറ്റ് പ്രീ ബുക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലം കഴിഞ്ഞ് ഈ മുസ്ലിം വിഭാഗക്കാർക്ക് ഈ നോമ്പ് കാലത്ത് സിനിമ കാണാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞിട്ട് സിനിമ കാണാൻ എത്തുന്ന ആളുകളുമുണ്ട്. അങ്ങനെ സിനിമ ഒരു ഹിറ്റാണ് എന്ന് തന്നെ പറയാം. വലിയ കളക്ഷൻ നേടിയിട്ടുണ്ട്. റെക്കോർഡുകൾ ഭേദിച്ചിട്ടുണ്ട്. 100 കോടി 2 ദിവസം കൊണ്ട് തന്നെ 100 കോടി കളക്ട് ചെയ്യാന്ന് പറയുന്നത് അത് വലിയ ചരിത്രം തന്നെയാണ്. അങ്ങനെ സിനിമ പോകുമ്പോൾ തന്നെയാണ് ഈ വിവാദങ്ങളും. പക്ഷേ സിനിമയെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ സിനിമ കാണാൻ എത്തുന്നവർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവർക്ക് എമ്പുരാൻ നല്ല ഒരു വിസ്മയം തന്നെയായിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേക തരത്തിൽ പൃഥ്വിരാജ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് മലയാള സിനിമയെ എടുത്തു വെച്ചതിൽ പൃഥ്വിരാജിന് വിജയിച്ചു. പക്ഷേ മോഹൻലാൽ ഫാൻസിന് ചെറിയൊരു നിരാശയുണ്ട്. ആ സിനിമയിൽ മോഹൻലാലിന് വേണ്ട വിധത്തിലുള്ളൊരു അവസരം നൽകിയില്ല എന്ന തരത്തിലുള്ളൊരു പരാമർശമൊക്കെ ഒരു വിധത്തിൽ. നവമി ഒരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. നടൻ മുരളി ഗോപിയുടെ തിരക്കഥാകൃത്ത് മുരളി ഗോപിയുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഈ വിവാദങ്ങളോട് പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം മുരളി ഗോപി ഇതുവരെയും ഈ വിവാദത്തിൽ പ്രതികരിച്ചിട്ടില്ല. കാരണം പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെയെങ്കിലും ചില സൂചനകൾ പങ്കുവെച്ചെങ്കിൽ കൂടിയും മുരളി ഗോപി ഈ ചിത്രവുമായി ബന്ധപ്പെട്ടതൊന്നും ഇതുവരെ പങ്കുവെച്ചിട്ടില്ല. അദ്ദേഹം ഈ വിവാദത്തിൽ പ്രതികരിക്കാനുമില്ല. കാരണം തിരക്കഥാകൃത്ത് അറിയാത്ത ഭാഗങ്ങൾ ഉൾപ്പെട്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇതിൻ്റെ വിമർശകർ, ഈ സിനിമയെ വിമർശിക്കുന്ന RSS BJP കേന്ദ്രങ്ങൾ പറയുന്നത് മുരളി ഗോപിയുടെ അറിവോടെ അല്ലാത്ത ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെയും മുരളി ഗോപി വ്യക്തത വരുത്തിയിട്ടുമില്ല. എന്തായാലും ഇതിൽ പ്രതികരിക്കാനില്ല എന്നാണ് മുരളി ഗോപി ന്യൂസ് 18 പറഞ്ഞിരിക്കുന്നത്. താൻ ഈ വിവാദത്തിന്റെ ഭാഗമാകാനില്ല എന്ന സൂചനയാണ് മുരളി ഗോപി പങ്കുവെക്കുന്നതെന്നാണ് ലഭ്യമാവുന്നത്. അങ്ങനെയെങ്കിൽ അണിയറയിൽ നടന്നത് എന്ത് എന്ന ചോദ്യം കൂടി ഉയരി വരികയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് വിവാദത്തിൽ നിന്ന് മുരളി ഗോപി വ്യക്തമാക്കുന്ന സാഹചര്യം. നവമി, വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ 17 ഇടങ്ങളിൽ കട്ട് 3 മിനിറ്റോളം ഒഴിവാക്കപ്പെടുന്നു. അതായത് ഈ സിനിമയുടെ കാതലായ ഒരു ഇതിവൃത്തം, അതിൻ്റെ
പ്രമേയത്തെ ബാധിക്കാത്ത തരത്തിലായിരിക്കുമോ ഈ റീ എഡിറ്റ് ഉണ്ടാവുക? അത്തരം സൂചനകളുണ്ടോ? ചില വിവാദ ഭാഗങ്ങളും ചില രംഗങ്ങളും ചില ഡയലോഗുകളും മ്യൂട്ട് ചെയ്യപ്പെടുന്നു. അതിനപ്പുറം ഈ 3 മിനിറ്റ് കൊണ്ട് എന്തൊഴിവാക്കാനാണ് ഒരു 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു സിനിമയിൽ നിന്നും? സജിത്ത്, നമ്മൾ നേരത്തെ മുരളി ഗോപിയോട് സംസാരിച്ചിരുന്നു. ഞാൻ നേരത്തെ മുരളി ഗോപിയെ വിളിച്ച് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇതിൽ പ്രതികരിക്കാനില്ല, ഈ വിവാദങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല, നിങ്ങൾ പറയുന്നത് പറഞ്ഞോളൂ എന്ന് മാത്രമാണ് മുരളി ഗോപി പറഞ്ഞ് ഫോണിൽ കൂടി സംസാരിച്ചത്. എന്തായാലും അദ്ദേഹം പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലൊക്കെ ഒരു വിശദീകരണവുമായി എത്തുമോ എന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 3 മണിക്കൂറുള്ള സിനിമയിൽ ആദ്യത്തെ ഒരു 45 മിനിറ്റാണ് ഈ വിവാദമായിട്ടുള്ള പല പരാമർശങ്ങളും പല സീനുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം, അതായത് പൃഥ്വിരാജിന്റെ ഒരു കുടുംബ പശ്ചാത്തലം, ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെ ചെറുപ്പകാലത്ത് അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന വിവാദമായിട്ടുള്ള രംഗങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. അതിൽ ഏകദേശം 30 മിനിറ്റോളം കട്ട് ചെയ്ത് മാറ്റണമെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ ആവശ്യം. പക്ഷേ അത് അണിയറ പ്രവർത്തകർ സംസാരിച്ച് അത് 30 മിനിറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗം നഷ്ടമാകും, പിന്നീട് ആ തിയേറ്ററുകളിൽ അതെത്തുന്നതിൽ കാര്യമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് 3 മിനിറ്റ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ നവമി തുടരുക. കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മന്ത്രി MLA നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, താങ്കൾ തന്നെയാണ് പൃഥ്വിരാജുമൊത്ത് ഈ സിനിമയുടെ ആദ്യ സിനിമ ലൂസിഫർ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായ ചില അനുഭവങ്ങൾ പങ്കുവെച്ചതായി കണ്ടു. യഥാർത്ഥത്തിൽ ഈ സിനിമ റീ എഡിറ്റ് ചെയ്യപ്പെടുകയാണ്. വലിയ നീക്കമാണ് ഉണ്ടായത്. സിനിമാ രംഗത്ത് നിന്നുമൊന്നും ഒരു തരത്തിലുള്ള ചെറുത്തുനിൽപ്പും ഉണ്ടാവാതെ താങ്കളെപ്പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് പിന്നെയും ഈ സിനിമാ പ്രവർത്തകർക്ക് പിന്തുണ നൽകിയത്. ശരിക്കും നിരാശാജനകമല്ലേ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ ശരിയായ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ സിനിമയോട് കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന BJPയും സംഘപരിവാർ ശക്തികളും അതിലെ വിവിധ സംഘടനകളും സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ പൃഥ്വിരാജിനെയോ അല്ലെങ്കിൽ മോഹൻലാലിനെയോ ഗോപാലിനെയോ ഇതിന്റെ അണിയറ പ്രവർത്തകരെയോ ഒന്നും കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രം ഒരു അർത്ഥഭീകരമായിട്ടുള്ള വാഴ്ചയുടെ അവസ്ഥയിലേക്ക് ഓരോ ദിവസം കഴിയുന്നതോറും നീങ്ങുകയാണ്. ഈ സിനിമയുടെ കഥയെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് സാംസ്കാരികമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ജനാധിപത്യപരമായിട്ടുള്ള നീക്കങ്ങളെ തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാസിസ്റ്റ് സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോഹൻലാലും മറ്റുമെല്ലാം തന്നെ തങ്ങളുടെ സിനിമയുടെ നിർമ്മാണം ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ചരിത്രത്തെ പുനരാവിഷ്കരിക്കുക മാത്രമാണ് ചെയ്തത്, അതും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു നിന്നാൽ നാളെ മോഹൻലാലിന് എന്ത് സംഭവിക്കുമെന്ന്